നമസ്കാരം. സ്പെസിയ ഡയറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീങ്കേരി ബീഫാണ്. അപ്പോൾ ചീങ്കേരി ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചീങ്കേരി ബീഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോഗ്രാമിൻ്റെ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, ഉപ്പ് പാകത്തിന്, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഈ ബീഫും മസാല കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല എല്ലാം പിടിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. ഇതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കുക. കുക്കർ ചൂടായാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. 4-5 കരയാമ്പൂ നീളത്തിലരിഞ്ഞിട്ട് ഒരു 8-10 ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 25 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കറിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. രണ്ടോ 3 മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ബീഫിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. കുക്കർ മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ബൗളെടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറും 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 8-10 ഇഞ്ചി ആഡ് ചെയ്യുക. 2 വലിയ തക്കാളി കനം കുറച്ചരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഉടഞ്ഞ് നല്ല ജ്യൂസി പരുവത്തിലാവണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതിന് ശേഷം നല്ല പോലെ വീണ്ടും മിക്സ് ചെയ്യുക. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തക്കാളി വെന്ത് ഉടഞ്ഞ് നല്ല ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം മാറ്റി വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഒരു 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് വരുമ്പോൾ വീണ്ടും ഇതിലേക്ക് 2 കയ്യിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് വീണ്ടും ടൈറ്റാക്കി എടുക്കണം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യുക. ബീഫ് വീണ്ടും ടൈറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ബീഫിൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ചീങ്കേരി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനീ പറഞ്ഞ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ബീഫ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരു അടിപൊളി ബീഫ് കറിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, ഫ്രൈഡ് ഓനിയന്, അതേപോലെ തന്നെ പച്ചമുളക് ഫ്രൈ ചെയ്ത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ചീങ്കേരി ബീഫ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ബെല്ലൈക്കണോട് കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തോളൂ. വേറൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ താഹിർ, Spezia Diary, signing off. Bye.